പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. കൊടുങ്ങല്ലൂർ ഭരണി എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ഉത്സവമാണ്. കുംഭമാസത്തിലെ ഭരണിനാൾ മുതൽ തുടങ്ങി മീനമാസത്തിലെ ഭരണിനാൾ വരെ ഉള്ള ഒരു മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന അതിവിപുലമായിട്ടുള്ളൊരു ഉത്സവമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നറിയപ്പെടുന്നത്. ഭക്തിയുടെ രൗദ്രഭാവം എന്നും ഈ ഒരു ഉത്സവം അറിയപ്പെടുന്നുണ്ട്. ഇത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ എത്തിച്ചേരുന്ന കോമരങ്ങളുടെ അതിഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ ഭക്തിയുടെ അങ്ങേ തലക്കലോളമുള്ള ഒരു എന്താ പറയുക, എനിക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും മാരകമാണ് ഇവിടുത്തെ കാര്യം. ഈ ഒരു അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് നാനാജാതിയിൽപ്പെട്ട ഏത് ജാതിയിൽപ്പെട്ട ആളുകൾക്കും ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവകാശം ഉണ്ടായിരിക്കും. അതിപ്പോൾ പണിയനെന്നോ ചെറുമനെന്നോ നായരെന്നോ തീയനെന്നോ ഒന്നും വ്യത്യാസമില്ല. എന്തെങ്കിലും തരത്തിൽ ഒരു അവകാശമുള്ളവരായിരിക്കും ഇവിടുത്തെ ഓരോ ആളുകളും. മറ്റമ്പലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതും ഇതേ കാര്യം തന്നെയാണ്. ഇവിടെ എല്ലാവരും ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കും തുല്യത ഉള്ള ഒരു അമ്പലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റു ചില അമ്പലങ്ങൾ ഞാൻ എടുത്തു പറയുന്നില്ല, എന്നിരുന്നാൽ കൂടി ചില അമ്പലങ്ങളിലൊക്കെ ആഢ്യത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളും സൗകര്യങ്ങളും, മറ്റു താഴ്ന്ന വിഭാഗങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും പുരോഗമന കാലമായിട്ട് കൂടി ഇപ്പോഴും ഇത് നടക്കുന്ന അമ്പലങ്ങളുണ്ട്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൊടുങ്ങല്ലൂർ ഒരു മികച്ച സോഷ്യലിസ്റ്റ് അമ്പലമാണ്. ഇവിടെ എല്ലാവരും തുല്യരാണ്. അല്ലെങ്കിൽ ദേവിക്ക് എന്ത് ജാതി, ദേവിക്ക് എല്ലാവരും തുല്യരാണ്. അങ്ങ് ദൂരെ വടക്ക് ഭാഗത്ത് നിന്നുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യമുള്ളൊരു അമ്പലം കൂടിയാണ് കൊടുങ്ങല്ലൂർ. എന്ന് വെച്ചാൽ തെക്ക് ഭാഗത്തുള്ളത് പ്രാധാന്യമില്ല എന്നല്ല, വടക്ക് ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ നിന്നുള്ളവർക്കും അതേപോലെ തന്നെ പാലക്കാട് ഭാഗത്ത് നിന്നുള്ളവർക്കും പ്രത്യേക പരിഗണനയുള്ള ഒരു അമ്പലം കൂടിയാണ് ഈ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മളെ കണ്ട അത് കൊല്ലും. അതാണ് കാവത് ഉണ്ടല്ലേ അമ്പലത്തിന് ആ സൈഡ് വെച്ചു. അങ്ങനെയല്ല, അതാണ് ഒരു കളിച്ച് വരുന്ന സമയത്ത് പാലക്കാട് ജില്ലയിലുള്ള ആൾക്കാർക്ക് ആണ് ഇന്നത്തെ ദിവസം, അതായത് 2 മണി വരെ പാലക്കാട് ഇല്ലല്ലോ. അപ്പൊ ഈ വടക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും മലബാർ ഏരിയ അല്ലേ, കണ്ണൂർ കോഴിക്കോട് ഏരിയ. ഇവിടെയുള്ള ആൾക്കാർക്കാണ് ഇന്നത്തെ ദിവസം 2-3 മണിക്ക് ശേഷം അവരുടെ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭരണി വേല. അവർ പണ്ട് ചെറുമക്കള്. അപ്പൊ നാളെ എന്താ? നാളെ ഭരണി വേല. ഭരണി വേല. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ ചടങ്ങാണ് അശ്വതി കാവുനീണ്ടൽ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രദക്ഷിണം വെക്കൽ. ഇത് 3 തവണ അമ്പലത്തെ പ്രദക്ഷിണം വെക്കുന്നൊരു ചടങ്ങാണ്. അതും സാധാ പ്രദക്ഷിണമല്ല, ഓട്ടപ്രദക്ഷിണം എന്ന് തന്നെ വേണം പറയേണ്ടി വരും. അത്രക്കും അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്ന ഒരു കാഴ്ചയാണിത്. ഈ സമയത്താണ് ദേവിയുടെ ഏറ്റവും കൂടുതലായിട്ടുള്ള ചൈതന്യവും അതേപോലെ തന്നെ അനുഗ്രഹവും ഒക്കെ ലഭിക്കുക എന്നാണ് പറയപ്പെടുന്നത്. ഈ സമയത്ത് ക്ഷേത്ര ദർശനം നടത്തുന്നത്
പുണ്യമാണെന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഭക്തരെല്ലാവരും അതീവ ഭക്തിയുടെ ഉത്തമ കോടിയിലെത്തിയിട്ടുണ്ടായിരുന്നു. അശ്വതി കാവുതീണ്ടൽ കഴിഞ്ഞ ശേഷം കോമരങ്ങളും ഭക്തരുമെല്ലാം തന്നെ പിരിഞ്ഞു പോകാറാണ് പതിവ്. പ്രത്യേകിച്ചും വടക്ക് ദേശത്തുള്ള ആളുകൾ ഇവിടെ നിന്നും മാറിക്കൊടുക്കണം എന്ന് പറയപ്പെടാറുണ്ട്. പിന്നീട് പിറ്റേ ദിവസം ഭരണി നാളിൽ മാത്രമേ ഈ അമ്പലത്തിലേക്ക് വടക്ക് ഭാഗത്തു നിന്നുള്ള, അതായത് കടത്തനാട് നിന്നുള്ള ആളുകൾക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. സോ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഭരണി ഉത്സവത്തിൻ്റെ ഏതാനും ചെറിയ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളെ കാണിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇതല്ല ശരിക്കും കൊടുങ്ങല്ലൂർ ഭരണി ഇതിൽ കൂടുതലുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് പൊളിക്കാം. താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ യുവേഴ്സ് ശ്യാം വിശ്വാസ്.